പാതിവില തട്ടിപ്പിന് കൂട്ടുനിന്ന നിലമ്പൂരിലെ ഓഫീസിന്റെ പൂട്ട് തകർത്ത് റെയ്ഡ്. രേഖകൾ പിടിച്ചെടുത്തു. നിലമ്പൂർ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിലാണ് പരിശോധന നടത്തിയത്. നിലമ്പൂരിൽ മാത്രം 128 പേരിൽ നിന്നായി 80 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിട്ടുള്ളത്. ഇനിയും ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. നിങ്ങളുടെ ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഉപേക്ഷിച്ചു പോകാൻ ഒരിടം. ഡോക്ടർ രാജാസ് ആയുർവേദിക് ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, എടപ്പാൾ, ഏഴൂർ റോഡ്, തിരൂർ. നിലമ്പൂരിൽ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് സ്കൂട്ടർ വിതരണം ചെയ്യുന്നതിന് സ്കൂട്ടറിന്റെ വിലയുടെ പകുതി പണം ശേഖരിച്ചത്. സ്കൂട്ടറിന് 60,000 രൂപയും കമ്മീഷൻ വകയിൽ 3,000 രൂപയും കാർഷിക കേന്ദ്രത്തിന്റെ പേരിൽ 2,000 രൂപയും അടക്കം ഒരാളിൽ നിന്ന് 65,000 രൂപ വീതമാണ് വാങ്ങിയിട്ടുള്ളത്. നിലവിൽ 128 പേരിൽ നിന്നായി 80 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന് ലഭിച്ച പരാതികളിൽ നിന്നുള്ള കണക്കാണിത്. ഇനി എത്ര പേർ കൂടി തട്ടിപ്പിനിരയായതെന്ന് അറിയാൻ പോലീസ് പരിശോധനയിൽ മാത്രമേ കഴിയൂ. തട്ടിപ്പിന് കൂട്ടുനിന്ന നിലമ്പൂരിലെ ഏജൻസി ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തു. നിലമ്പൂർ CI സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ 2 SI-മാരും ഒരു CPOയും ചേർന്നാണ് പരിശോധന നടത്തിയത്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ മാനേജറെ വിളിച്ചു വരുത്തി സ്ഥാപനത്തിന്റെ പൂട്ട് തകർത്താണ് പോലീസ് പരിശോധന നടത്തിയത്. ഓഫീസിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും ബന്ധപ്പെട്ട രജിസ്റ്ററുകളും രേഖകളും പോലീസ് പിടിച്ചെടുത്തു. കമ്പ്യൂട്ടറുകൾ വിദഗ്ധരെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. കമ്പ്യൂട്ടറിലെ രേഖകൾ കൂടി പരിശോധിക്കുമ്പോഴേ എത്ര തുകയുടെ തട്ടിപ്പാണ് നിലമ്പൂരിൽ നടന്നതെന്ന് വ്യക്തമാകുകയുള്ളൂ. പരാതി വന്നതിനെ തുടർന്ന് ഏജൻസി ഉടമ ബിനോയ് പാട്ടത്തിൽ ഒളിവിലാണ്. ഇദ്ദേഹം സംസ്ഥാനം വിട്ടുപോയതായും പോലീസ് സംശയിക്കുന്നു. അതേസമയം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാനുള്ള സാധ്യതയിലേക്കും പോലീസ് വിരൽ ചൂണ്ടുന്നുണ്ട്. കേരള വിഷൻ, നിലമ്പൂർ.